എന്തുവാ ഇതുണ്ടാക്കുക നമുക്കിവിടെ ഒന്നും ഓരോ അറിയത്തില്ല. ഈ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ നമുക്കറിയേണ്ട കാര്യം എന്തുകൊണ്ടോ ഞാൻ എന്റെ മുക്കും എന്ന് പറഞ്ഞിട്ട് അത് വിളിച്ചിട്ടാണ് വന്നത്. അതിന്റെ കൂടെ ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് ഇവന്മാര് വേണ്ടാത്ത കഥകൾ ഉണ്ടാക്കുക, വേറെ കണ്ടവരല്ല ഇവിടെ വരുന്നത്, അതായാന്നൊക്കെ പറഞ്ഞിട്ട് കഥകൾ ഉണ്ടാക്കുക. എവിടെ പോകട്ടെ ഏതൊരു നമ്മള് റെന്റിനാണ് താമസിക്കുന്നത്. റെന്റിന് പോകുന്നിടത്തെല്ലാം അവന്മാരെ വന്ന് അതിന്റെ ഓണർമാരെ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ പല രീതിയിലാണ് ഉപദ്രവം. നമുക്ക് അടുത്തുള്ള മുറിയിൽ എന്തോ നടക്കുന്ന ഇവന്മാരെ പരിപാടി ചെയ്യാൻ നമ്മൾ സംസാരിക്കുന്നത് എന്തോ നമ്മൾ എവിടെ പോകുന്നത് എല്ലാം ഇതാക്കുക. അവനറിയാം ഹിഡൻ ക്യാമറ വെച്ചുള്ള പരിപാടിയാണ് ഇവന്മാർ. അതൊക്കെ പല രീതിയിലും പലർക്കും തെളിഞ്ഞിട്ടുള്ളതാണ് ഹിഡൻ ക്യാമറ വെച്ചൊക്കെ. അതുപോലുള്ള സാധനങ്ങൾ ഇവന്മാർ വെച്ച് നമ്മളെന്താണ് സംസാരിക്കുന്നതെന്നല്ല അറിയുക. ഇവന്മാർക്ക് ഇതിന് ആരാണ് അധികാരം കൊടുക്കുന്നത്? ഇന്ത്യൻ നിയമം കൊടുക്കുന്നുണ്ടോ? വലിയ കള്ളനാണ് ഉണ്ടാവുന്നത് ആ ബിജു എന്ന് പറയുന്നവനും അവന്റെ ഇളയവൻ എന്ന് പറയുന്നവനൊക്കെ. അതുപോലെ സുഭാഷ് എന്ന് പറയുന്നവരൊക്കെ ബോംബെയിലൊക്കെ അവൻ നിലാമിയായി. സുഭാഷ് എന്ന് പറയുന്നവരൊക്കെ അല്ല ഇവരൊക്കെ 1, 2, 3, 5 വർഷമെങ്കിലൊക്കെ ഇത്രവരെയൊക്കെ ഓഡീഷന്മാരാണ് എന്തോ ഇട്ടാണ്. നമ്മളൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മളൊന്നും വിചാരിച്ചിട്ട് ഉണ്ടാവുന്നില്ലല്ലോ. അതുപോലെ LLB ഡിഗ്രി വെച്ച് നമ്മളെ ചീത്ത വിളിക്കുമായിരുന്നു. നമ്മൾ കോടതിയിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ കാർ വിറ്റാല് ഈ കോടതി വളർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ നമ്മളെ നിത്യം ചീത്ത വിളിച്ചില്ലെങ്കിൽ ചീത്ത വിളി കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോടതി പോയിട്ട് നിർത്തിയത്. 2002 കഴിയാൻ 2004 നമ്മൾ കോടതി പോയി. ഇവൻ എന്ത് ചീത്ത വിളി കാർ വിൽക്കാൻ നീ വർത്തില്ലല്ലോ, നിന്റെ 2 ലക്ഷം പറയുന്നു പറയുന്നത് നിന്റെ 2 ലക്ഷം പൂര അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ഭയങ്കര ചീത്ത വിളിയായിരുന്നു. ഇത് കേട്ടാൽ ആര് പോകും? അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തോ ചെയ്യുന്ന വെച്ചാൽ ഇവന്മാർക്ക് ഒരു പരിപാടിയുണ്ട്, ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു കുന്തമുണ്ട് കേട്ടോ. അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ഈ എന്റെ അനിയത്തിന്ന് പറഞ്ഞൊരു മഹാകളിയാണ്. ഈ എന്റെ അമ്മ വീട്ടുകാരുണ്ടല്ലോ മഹാകളികളാ കേട്ടോ. ഇവന്മാരെല്ലാം കൂടെ എന്റെ വീട്ടിൽ പോലും സുബോണ അറിയാമല്ലോ, ആ പെണ്ണുപിള്ള വന്ന് എന്റെ വീട്ടിൽ കിടപ്പുണ്ട് കേട്ടോ. രാജമ്മ എന്ന് പറയുന്നത് എന്റെ വീട്ടില. അവരുടെ ഭർത്താവിന്റെ ഒക്കെ വിറ്റ് 10 ലക്ഷം രൂപ ഇതേന്ന് പറയുന്നത് എന്റെ അനിയത്തി വാങ്ങിച്ചെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക. എനിക്കവിടെ 146 സെന്റോ വീടുണ്ട്. എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, നമ്മളെ പറ്റിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ 2000 അറിയാലോ 2022 ഇവിടെ വന്നതാ. ഇതുവരെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ സ്വത്ത് പറ്റിക്കുക, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും ആശുപത്രിയിലാക്കി ഇൻഷുറൻസ് പറ്റിക്കുക, ഇങ്ങനെ നടക്കുക ഈ നാശങ്ങൾ. എങ്ങനെ ഇവന്മാരൊക്കെ വേറെ മക്കളെ കൊണ്ടൊക്കെ എന്തുവാ വേണ്ടാത്ത കഥ ഉണ്ടാക്കുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാ എന്റെ അമ്മയെന്ന് പറയുന്നത് ആനന്ദത്തോള തുമ്പോട് എന്റെ അമ്മയുടെ മകനറിയാമോ കൊയ്യെന്ന് പറയുന്ന തുമ്പോടുള്ള പെയിന്റിനെ അറിയാമല്ലോ. അയാളെ പെണ്ണുപിള്ള ഇപ്പൊ എന്റെ അമ്മയുടെ ഇരട്ട വന്നു അവളും കൂടെ ഇവരുമാരൊക്കെ പരിപാടി ഇല്ല. നമ്മള് ഒരു മുറിക്കാതിരുന്നാലും നമ്മൾ കണ്ടവരുടെ പോർന്ന് കഥയുണ്ടാക്കി കഥയൊക്കെ ഉണ്ടാക്കി എന്തുവാ പൈസ വാങ്ങിച്ച് തിന്നുന്ന ജോലി ഒരുപാടുള്ളത്. അതുപോലെ സീലെന്ന് പറയുന്നത് എന്തുവാ കൂടത്തായി ജോലിയെ വരുന്നവരാണ്. കൂടത്തായി ജോലിയുടെ പകര തൊഴിലുണ്ട്. ഒരു ക്രിസ്ത്യാനി കൊച്ചിനെ ഇവര് മധുരയിലെ ക്രിസ്ത്യാനി കൊച്ചിനാണ് ഒലകെട്ടിന്റെ റീലും ആ കൊച്ചിന്റെ പേര് പഠിക്കാൻ പോയായിരുന്നു. അവരെ എങ്ങനെ ആരെയൊക്കെ ഇവര് കൂട്ടുപിടിക്കുന്നത്. ആ കൊച്ചിനെ വട വെച്ചി ആ കൊച്ചി ചക്കത്തിപ്പം 3-5 വർഷമായി ആൻഡ്രിയാസ് ഇവർമാരിങ്ങനെ കൊടുത്തു ഏതാണ്ടൊക്കെ ഇങ്ങനെ ദേശം നമ്മുടെ വെള്ളത്തിനകത്ത് എനിക്ക് അനുഭവമാണ്. വെള്ളത്തിനകത്തും അതിലൊക്കെ കൊടുത്ത് വക വെച്ചേച്ച് അവർ ആൻഡ്രിയാസിനകത്ത് സൂപ്പരാണെന്ന് ഡോക്ടർമാർ
ബിജു എന്ന് പറയുന്നത്. അവരും എന്റെ അമ്മച്ചി എന്ന് പറയുന്നവരും എന്റെ ഒരു അനിയത്തി എന്ന് പറയുന്നവരുണ്ടല്ലോ, അവർക്കും